മെസ്സി കേരളത്തിലേക്ക്. ഇതിഹാസ താരം മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ടീം ഒക്ടോബറിലെത്തും. കേരളത്തിൽ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കും. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുന്നു. അർജുൻ, മെസ്സിയും സംഘവും എത്തുമെന്നറിഞ്ഞപ്പോൾ തന്നെ ഏറെ ആവേശത്തിലായിരുന്നു ഫുട്ബോൾ ആരാധകർ. എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുണ്യ, കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒക്ടോബർ 25-ന് കേരളത്തിൽ ലയണൽ മെസ്സി എത്തുകയാണ്. ഫുട്ബോൾ ആരാധകർക്ക്, പ്രത്യേകിച്ച് അർജന്റീന ആരാധകർക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് എത്തുന്നത്. ഇതിനോടകം തന്നെ കേരളത്തിലേക്ക് മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന സംഘം കളിക്കാൻ എത്തുമെന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. പക്ഷേ ഏതാണ് ആ തീയതി, എന്നാണ് മെസ്സി കേരളത്തിൽ പന്ത് തട്ടുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. അതിനൊരു തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത്. ഒക്ടോബർ 25-നാണ് മെസ്സി കേരളത്തിൽ വന്ന് ഇറങ്ങുക. കാൽപന്തിന്റെ മിശിഹ എന്ന് ലോകം വാഴ്ത്തുന്ന മെസ്സി കേരളത്തിലേക്ക് വരിക എന്ന് പറയുന്നത് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ്. അത് സംഭവിക്കുകയാണ് ഒക്ടോബർ 25-ന്. മെസ്സിയും സംഘവും അടങ്ങുന്ന സംഘം നവംബർ മാസം വരെ കേരളത്തിൽ തങ്ങും. അത് എത്ര തീയതിയാണെന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴുമുണ്ട്. നവംബർ 2 വരെയാണോ അല്ലെങ്കിൽ നവംബർ 7 വരെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരണം. പക്ഷേ മെസ്സി 25-ന് കേരളത്തിലെത്തുന്ന അർജന്റീൻ ടീം 2 സൗഹൃദ മത്സരങ്ങൾ കേരളത്തിൽ കളിക്കുമെന്നുള്ള കാര്യത്തിൽ ഇതിനോടകം തന്നെ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞ വാർത്തയാണ്. കഴിഞ്ഞ ലോകകപ്പ് സമയത്താണ് അർജന്റീൻ ടീമിന്റെ ഒരു പിന്തുണ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിലായിരുന്നു. അതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള അർജന്റീൻ ഫുട്ബോൾ ടീമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ട് നന്ദി പറഞ്ഞ് ഇന്ത്യയിൽ അവർ ആദ്യം അഭിസംബോധന ചെയ്യുന്നത് കേരളത്തെയായിരുന്നു. അങ്ങനെ സജീവമായ ചർച്ചയുണ്ടായ ഘട്ടത്തിലാണ് കേരളത്തിൽ നിന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്പെയിനിൽ പോയി അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്തിയത്. ആ ചർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ വന്ന ഒരു ഫുട്ബോൾ മത്സരം കളിക്കുക എന്നതായിരുന്നു. ആ ആവശ്യത്തോട് ഭയങ്കരമായ അനുകൂലമായ സമീപനമാണ് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ കാഴ്ചവെച്ചത്. തങ്ങൾ കേരളത്തിലേക്ക് വരാമെന്നുള്ള കാര്യത്തിൽ അവർ അനുകൂലമായ ഒരു തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിൽ വന്ന് മത്സരിക്കാമെന്ന് തീരുമാനിക്കുന്നത്. ചർച്ചയുടെ ഏറ്റവും ഒടുവിലത്തെ തീരുമാനം എന്ന് പറയുന്നത് ഒക്ടോബർ 25-ന് കേരളത്തിലേക്ക് മെസ്സി അടങ്ങുന്ന അർജന്റീൻ ഫുട്ബോൾ ടീം മത്സരത്തിന് എത്തുകയാണ്. കഴിഞ്ഞ ലോകകപ്പ് നേടിയ ടീമാണ് അർജന്റീന. കേരളത്തിലെ ഏറ്റവും ആരാധകരുള്ള ടീമുകളിൽ ഒന്നാണ് മെസ്സി അടങ്ങുന്ന അർജന്റീൻ ഫുട്ബോൾ ടീം. ആ ടീം കേരളത്തിലേക്ക് മത്സരിക്കാൻ എത്തുകയാണ്. കഴിഞ്ഞ ലോകകപ്പിൽ പങ്കെടുത്ത മെസ്സി ഉൾപ്പെടെയുള്ള സംഘമാണ് എത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ടീം ആരോടാണ് സൗഹൃദ മത്സരം കളിക്കുക, ഏത് ടീമായിരിക്കും എതിരാളി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം വരേണ്ടിയിരിക്കുന്നു. പക്ഷേ ആത്യന്തികമായി അർജന്റീന ഫുട്ബോൾ ടീം, മെസ്സി ക്യാപ്റ്റനായിട്ടുള്ള ഒരു ടീം കേരളത്തിലേക്ക് 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ വരിക എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഈ 2024 ഏറ്റവും പ്രധാനപ്പെട്ട ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചർച്ച കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് മെസ്സി ഉൾപ്പെടെയുള്ള ടീം കേരളത്തിലേക്ക് വരുമോ എന്നുള്ളതായിരുന്നു. കായിക വകുപ്പ് അത് സംബന്ധിച്ച് വലിയ സജീവമായിട്ടുള്ള ചർച്ച കഴിഞ്ഞ 1 വർഷക്കാലത്തോളം നടത്തിയിട്ടുണ്ട്. അതിലൊരു ഭീമമായിട്ടുള്ള ചെലവൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. 100 കോടിയാണ് ഏകദേശം അർജന്റീൻ ഫുട്ബോൾ ടീം കേരളത്തിൽ വന്ന് 2 മത്സരങ്ങൾ കളിക്കുവാനായിട്ടുള്ള ചെലവായി കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ചെലവൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ അർജന്റീൻ ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം കായിക വകുപ്പ് നടത്തി. അതിൽ സജീവമായി കേരളത്തിലെ വ്യാപാരി വ്യവസായി അസോസിയേഷൻ ഉൾപ്പെടെ സജീവമായി ചർച്ചയിൽ പങ്കെടുത്തു. അവർ സ്പോൺസർ ചെയ്യാമെന്ന് അറിയിച്ചു. അതിന്റെ കൂടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അർജന്റീൻ ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിലൊരു തീയതി ആയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒക്ടോബർ 25-ന് അർജന്റീൻ ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് മത്സരിക്കാൻ എത്തുകയാണ്. ഇത് ആദ്യമായിട്ടാണ് കേരളത്തിലേക്ക് മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീൻ ഫുട്ബോൾ ടീം വരുന്നത്. ഇതിൽ ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം മെസ്സി ക്യാപ്റ്റനായി ഒരു പുറം രാജ്യത്ത് ക്യാപ്റ്റനായി വരുന്നത് ഇന്ത്യയിലേക്കായിരുന്നു. അത് കുറെ വർഷങ്ങൾക്ക് മുൻപ് കൊൽക്കത്തയിൽ അദ്ദേഹം ക്യാപ്റ്റൻസിയായി വന്നത്. ഇന്ത്യയാണ് ആദ്യമായി അർജന്റീനയിൽ ക്യാപ്റ്റനായി മെസ്സി
കളിക്കാൻ ഇറങ്ങുന്നത്. അതിനുശേഷം ഇതാദ്യമായിട്ടാണ് അർജന്റീൻ ഫുട്ബോൾ ടീമും അതിന്റെ ക്യാപ്റ്റനായി മെസ്സിയും ഇന്ത്യയിലേക്ക് കളിക്കാൻ വരുന്നത്. അതിൽ കേരളത്തിലേക്കാണ് അദ്ദേഹം വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊൽക്കത്ത കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഈസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ അങ്ങനെ ഈ കൊൽക്കത്ത ഉൾപ്പെടെയുള്ള ടീം മാറ്റി നിർത്തി കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകരും അർജന്റീനയോട് ഏറ്റവും കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്ന ആരാധകരുമുള്ള സംസ്ഥാനം കേരളമാണ്. കഴിഞ്ഞ ലോകകപ്പിൽ അത് നമ്മൾ തെളിയിച്ചതാണ്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും വാശിയേറിയിട്ടുള്ള ലോകകപ്പ് മത്സരങ്ങളൊക്കെ നടക്കുന്നതും അത് വീക്ഷിക്കുന്നതുമൊക്കെ കേരളത്തിലാണെന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞിരുന്നു. അതിന്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറയേണ്ടി വരും. കാരണം അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ പോലും അത് അംഗീകരിക്കേണ്ടി വന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രാജ്യങ്ങളായി അവർ പരിഗണിച്ച സ്ഥലങ്ങളിൽ ഒന്നായി അവർ തിരഞ്ഞെടുത്തത് കേരളമായിരുന്നു. അവർ ലോകകപ്പ് നേടിയതിനു ശേഷം നന്ദി അറിയിച്ചിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ കേരളത്തോട് പ്രത്യേകം നന്ദി അറിയിച്ചായിരുന്നു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് അർജന്റീൻ ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രാഥമികമായ ഒരു ചർച്ചയിലേക്ക് കടന്നത്. അതിനുശേഷം കഴിഞ്ഞ ഈ 2024 കായിക വകുപ്പ് മന്ത്രി സ്പെയിനിൽ പോയി അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്തി. അതിനുശേഷം കേരളത്തിലേക്ക് വന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു അഭ്യർത്ഥന കായിക വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതിനോട് അനുഭാവപൂർണമായിട്ടുള്ള ഒരു സമീപനം അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ കാണിച്ചു. ഞങ്ങൾ കേരളത്തിലേക്ക് വരാം, കേരളത്തിൽ വന്ന ഫുട്ബോൾ ദേശീയ ടീം അർജന്റീൻ ഫുട്ബോൾ ദേശീയ ടീം തന്നെ കേരളത്തിൽ വന്ന മത്സരത്തിൽ പങ്കെടുക്കാമെന്നൊരു താല്പര്യം അവർ പ്രകടിപ്പിച്ചു. ആ ചർച്ച മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒക്ടോബറിൽ അർജന്റീനൻ ഫുട്ബോൾ ടീം കേരളത്തിൽ വന്ന് മത്സരത്തിൽ പങ്കെടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരായിരിക്കും നമ്മുടെ എതിരാളി എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടുള്ള അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷന്റെ അർജന്റീൻ ഫുട്ബോൾ ടീമിന്റെ എതിരാളി ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല. ശരി അർജുൻ, സൗഹൃദ മത്സരങ്ങൾ ആരൊക്കെ തമ്മിൽ കളിക്കുമെന്നൊരു കാര്യത്തിൽ കൂടി തീരുമാനമാകാനുണ്ട്. ഫുട്ബോൾ ഇതിഹാസം മിശിഹ കേരളത്തിലേക്ക് എത്തുകയാണ്. മെസ്സിയും ടീമും ഒക്ടോബർ 25 കേരളത്തിലെത്തും. ഈ വാർത്ത ആദ്യം വന്നപ്പോൾ തന്നെ എപ്പോഴാകും മെസ്സിയും സംഘവും എത്തുക എന്ന കാര്യത്തിൽ ഏറെ ആകാംക്ഷയിലായിരുന്നു ഫുട്ബോൾ ആരാധകർ. അതിൽ തീയതിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.